ഏവർക്കും പ്രത്യേകിച്ച് പവിത്രനും സ്വാഗതം. ഈ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഏവരുമായി പങ്കിട്ട നോമ്പുകാല ചിന്തകളുടെ 15ാം ഭാഗം മനുഷ്യ അന്തസ്സിൻ്റെ നോമ്പ് എന്ന ശീർഷകത്തിൽ ചെയ്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്ന ചിന്തകളോട് പവിത്രൻ എന്ന എൻ്റെ ഇളയ സഹോദരൻ നടത്തിയ പ്രതികരണത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിലയിരുത്തലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ പവിത്രനെ മുഖാമുഖമായി കണ്ടിട്ടില്ല എങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രതികരണങ്ങളെയും വളരെ ശ്രദ്ധയോടും താല്പര്യത്തോടും ബഹുമാന പുരസ്സരവുമാണ് ശ്രദ്ധിച്ചു വരുന്നത്, ആസ്വദിച്ചു വരുന്നത് എന്ന് ഈ തരുണത്തിൽ സൂചിപ്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൻ്റെ പ്രത്യേകതയിൽ നിന്ന് അദ്ദേഹം വളരെയധികം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എന്നത് എനിക്ക് വളരെ സ്പഷ്ടമാണ്. ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ സൗന്ദര്യം ആ വ്യക്തി എഴുതുന്നതിലും ഉച്ചരിക്കുന്നതിലുമുള്ള ഓരോ വാക്കുകളിലും പ്രതിബിംബിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സാഹിത്യം പഠിക്കുവാൻ അല്പം ക്ലേശിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല എന്നതും ഈ തരുണത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം ജനിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ശ്രീ പവിത്രനെ പോലെയും മുരുകേശനെ പോലെയും, അതിന് മുൻപ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അന്ന സോണിയെ പോലെയും, അങ്ങനെ അനേകം ആളുകളുടെ പ്രതികരണങ്ങൾ ലഭിക്കുവാൻ ഇടയാകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ തന്നെയാണ്. ഞാൻ ഈ കൂട്ടത്തിൽ പേരെടുത്ത് പറയാത്ത ആളുകളുണ്ട്, അവരെയും ഞാൻ മറക്കുന്നില്ല. അവരുടെ സംഭാവനകളും ഞാൻ വളരെയധികം വിലമതിക്കുന്നു എന്നത് ഈ തരുണത്തിൽ ഞാൻ വ്യക്തമാക്കുവാൻ താല്പര്യപ്പെടുകയാണ്. എന്നാൽ തൽക്കാലം നമ്മുടെ ശ്രദ്ധ പവിത്രൻ നടത്തിയ പ്രതികരണത്തിൽ മാത്രമായിരിക്കട്ടെ. ചിന്ത ഏകാഗ്രമാക്കിയാൽ മാത്രമേ നന്മ വരൂ എന്ന് കവി പറയുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ നോമ്പുകാല ചിന്തകളുടെ 15ാം അധ്യായത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിനോട് പവിത്രൻ നടത്തിയ പ്രതികരണം ഞാനത് വായിച്ച് എൻ്റേതായ പൊതുവായ ഒരു വിലയിരുത്തൽ നിങ്ങളുമായി പങ്കിടുകയാണ്. അതിന് മുമ്പ് തന്നെ ആമുഖമായി പവിത്രനോട് എനിക്ക് പറയാനുള്ളത്, താങ്കളുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുവാനും സൗഹൃദ ബന്ധം സ്ഥാപിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. ദയവായി ബന്ധപ്പെടുക. എൻ്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ ഏവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ദയവായി സമ്പർക്കം പുലർത്തുവാൻ താങ്കളുടെ നമ്പർ എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമായിരുന്നു. ഏതായാലും പവിത്രൻ്റെ മനോഹരമായ പ്രതികരണം ഇപ്രകാരമാണ്. ഈ വീഡിയോയിൽ ക്രിസ്തീയ വിശ്വാസത്തിലും സഭാഘടനയിലും മാറ്റങ്ങൾ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും അതിൽ ചിലത് ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചിന്തയിൽ അടിയന്തിരമായി മാറ്റപ്പെടേണ്ട ഒന്നാണ് വിശ്വാസികളെ ആടുകളായി കണക്കാക്കുന്ന ഉപദേശം. അത് വേദപുസ്തകാനുസരണമാണെന്ന് വാദിക്കാമെങ്കിലും ആധുനിക സമൂഹത്തിൽ അപ്രസക്തവും തെറ്റിദ്ധാരണാജനകവും അപഹാസ്യവുമാണ്. വിശ്വാസികളെ കറവ പശുക്കളായി കാണുന്ന ആത്മീയ നേതാക്കൾ ഇതിനെ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നതിൽ അതിശയമില്ല. മനുഷ്യ വ്യക്തിത്വത്തിന് യേശു നൽകിയ ഗരിമ ആട് സങ്കല്പത്തിൽ നഷ്ടമാകുന്നു. അതുപോലെ ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആശയത്തിൽ നിന്ന് ലഭിക്കുന്ന പദവിയും ഊഷ്മളതയും ഇല്ലാതെ പോവുകയും ചെയ്യുന്നു. ഇതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇത് തന്നെയാണ് ഞാനും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനിയും പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവിടെയാണ് എനിക്ക് അദ്ദേഹത്തോട് അല്പം വിയോജിപ്പുള്ളത്, ബഹുമാനപുരസ്സരമായ വിയോജിപ്പുള്ളത്. ഞാൻ സാധാരണ വിയോജിപ്പ്
ബഹുമാന പുരസ്സരം തന്നെയാണ് പ്രകടിപ്പിക്കാറുള്ളത്. എൻ്റെ ചിന്തയിൽ ക്ഷമിക്കണം, അതുപോലെ തന്നെ താലന്തുകളുടെ ഉപമ യേശുവിൻ്റെ മറ്റുപദേശങ്ങളുമായി ചേരുന്നതല്ല. ദൈവത്തെ ഒരു ബിസിനസ്സുകാരനായി കണ്ടുകൊണ്ടുള്ള വ്യാഖ്യാനമാണ് അത്. കാണാതെ പോയതിനെ ജീവൻ വെടിഞ്ഞും തിരഞ്ഞു രക്ഷിപ്പാൻ വന്ന മനുഷ്യപുത്രനെ ഒരു ട്രംപ് മോഡൽ ബിസിനസ്സുകാരനായി കാണുന്ന വ്യാഖ്യാനം യേശുവിൻ്റെ സുവിശേഷവുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? മറ്റൊന്ന്, അപ്പം ഇതിനോടുള്ള എൻ്റെ ഒരു പ്രതികരണം ഒരു വിശദീകരണം എന്ന പോലെയാണ്. അദ്ദേഹം പറയുന്നത്, താലന്തുകളുടെ ഉപമ ഞാൻ മനസ്സിലാക്കുന്ന വിധത്തിൽ ഞാൻ യേശുവിനെ ട്രംപ് മോഡലിലുള്ള ഒരു ബിസിനസ്സുകാരനാക്കാനായി അറിഞ്ഞോ അറിയാതെയോ ശ്രമിക്കുന്നു. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചതിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള അതിശയവുമില്ല. അങ്ങനെ ചിന്തിക്കുവാനുള്ള എല്ലാ ന്യായവുമുണ്ട്. എങ്കിലും അതിലൊരു ചെറിയ തെറ്റിദ്ധാരണ വന്നുപോയോ എന്ന ഒരു ചെറിയ സംശയം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം ആവശ്യമാണ് എന്ന് കരുതുന്നത്. ആ ഉപമയിൽ യജമാനൻ യാത്രയാകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ ഭൃത്യന്മാരെ വിളിച്ച് ഒരാൾക്ക് 5 താലന്തും ഒരാൾക്ക് 2 താലന്തും മറ്റൊരാൾക്ക് 3 താലന്തും കൊടുക്കുന്നു. ഏറെ നാൾ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ആ ഭൃത്യന്മാർ അവർക്ക് നൽകപ്പെട്ട, അവരെ ഏൽപ്പിച്ച താലന്തുകൾ പ്രയോഗിച്ചതിൻ്റെ ഫലമായി ആദ്യത്തെ 2 വിശ്വസ്തരായ ഭൃത്യന്മാർ അത് ഇരട്ടിയാക്കി യജമാനെ തിരികെ കൊടുക്കുന്നു. 1 താലന്ത് ലഭിച്ച 3-ാമത്തവൻ അതുകൊണ്ട് കുഴിച്ചിട്ടതുകൊണ്ട് അത് അപ്രകാരം തന്നെ ഇരുന്നു. കാലക്രമത്തിൽ അതിൻ്റെ വില ഇടിഞ്ഞു പോയി. നമുക്കൊരു ഇൻഫ്ലേഷനൊക്കെ ഉണ്ട് അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. അപ്പം അതുകൊണ്ട് ലഭിച്ചത് അതിൻ്റെ വില കുറച്ചാണ് അദ്ദേഹം തിരിച്ചു കൊടുത്തത്. അപ്പം ഇതാണ് ഇന്നത്തെ ഇതിവ്. ഇവിടെ യജമാനന് പണക്കൊതി ഉണ്ടോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഊന്നൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വന്നുപെട്ടാൽ നാം അതിൻ്റെ വില വർദ്ധിപ്പിക്കുമോ അതോ ഇടിച്ചു കളയുമോ? ഇതാണ് പ്രശ്നം. ഇത് തീർച്ചയായും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നു. സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സ്വഭാവത്തിൽ ഉള്ള ഒരു വൈകല്യം അല്ലെങ്കിൽ ഒരു പരിമിതി, എനിക്ക് കിട്ടുന്നതിൻ്റെ വലിപ്പം എന്താണ്? അപ്പുറത്തെ കറിയാച്ചനും എനിക്കും കിട്ടിയതിലുള്ള വ്യത്യാസം. കറിയാച്ചൻ 1000 രൂപ കിട്ടിയപ്പോൾ എനിക്ക് 500 രൂപയെ കിട്ടിയുള്ളൂ. ദൈവം എന്നോട് നീതി പാലിച്ചില്ല, അല്ലെങ്കിൽ ലോകം എന്നോട് നീതി പാലിച്ചില്ല, അല്ലെങ്കിൽ ജീവിതം തന്നെ എന്നെ കൊച്ചാക്കി കളഞ്ഞു എന്ന ഒരു ചിന്ത. എന്നാൽ യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും കേന്ദ്രീകരിച്ചിരിക്കേണ്ടത് കിട്ടിയതിൻ്റെ വലിപ്പത്തിലല്ല, കിട്ടിയത് എത്ര സാമർഥ്യത്തോടെ, ആവേശത്തോടെ, താല്പര്യത്തോടെ നിങ്ങളുടെ സകല കഴിവുകളും ഉപയോഗിച്ച് പ്രയോജനപ്പെടുത്തി നിങ്ങൾ വലുതാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ പൂർണ്ണത അന്വേഷിച്ച് അത് വെളിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ആവേശമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം ജീവനുള്ളതാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ പവിത്രൻ ശ്രദ്ധിക്കാൻ കൂട്ടാക്കാതിരുന്നത് 5 താലന്ത് കൂടുതലായി നേടിയ ഭൃത്യനോടും 2 താലന്തുകൾ മാത്രം കൂടുതലായി നേടിയ ഭൃത്യനോടും ഒരേ വാക്കുകളിലാണ് യജമാനൻ പ്രതികരിക്കുന്നത്. ട്രംപ് മോഡലിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏജന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താണ് അദ്ദേഹം പറയുന്നത്, ദൈവത്തെ ഒരു ബിസിനസ്സുകാരനാണ് ആയിരുന്നു ഈ യജമാനെങ്കിൽ 5 താലന്ത് കൂടുതലായി പ്രാപിച്ച ആ ഭൃത്യനോട് വളരെ വളരെ
കൂടുതലായ സ്നേഹം കാണിക്കുകയും അനുമോദനം അറിയിക്കുകയും 2 താലന്തുകൾ മാത്രം കൂടുതലായി പ്രാപിച്ച വ്യക്തിയോട് അതിൽ കുറച്ച് ബഹുമാനവും താല്പര്യവും കാണിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു വിവേചന സ്വഭാവം പ്രതികരണത്തിൽ തീർച്ചയായും ഉണ്ടാകുമായിരുന്നു എന്നത് ന്യായമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഇവിടെ നാം അത് കാണുന്നില്ല. അതുകൊണ്ട് ഈ യജമാനൻ ബിസിനസ്സുകാരാണെങ്കിൽ ഒരു വല്ലാത്ത ബിസിനസ്സുകാരൻ തന്നെയാണ്. 5 താലന്തും 2 താലന്തും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വയ്യാത്ത ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം എന്നാണ് നാം ചിന്തിക്കാൻ ഇടയാകുന്നത്. പക്ഷെ അത് ഇതൊരു ബിസിനസ്സിന്റെ പ്രശ്നമേ അല്ല, മനുഷ്യ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. യേശുവിൻ്റെ ഉപദേശങ്ങളുടെ ആകത്തുക വെച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കാൻ ഇടയാകേണ്ടത് എന്നതാണ് ഇപ്പോഴും എൻ്റെ അടിയുറച്ച വിശ്വാസം. ഇനിയും ഞാൻ സാഹിത്യം പഠിച്ച ഒരു വ്യക്തി, എനിക്ക് പവിത്രനെ പറ്റി ഒന്നുമേ അറിയാൻ വയ്യെങ്കിലും അദ്ദേഹവും സാഹിത്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള വ്യക്തിത്വമാണ് എന്നത് ഞാൻ വളരെയധികം വിലമതിക്കുകയും അത് സന്തോഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെ മനോഹാരിതയിൽ നിന്ന്, പ്രതികരണത്തിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന് അങ്ങനെയാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ അറിയാവുന്ന ഒരു മർമ്മം ഈ തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഇൻറ്റർപ്രറ്റ് ചെയ്യുമ്പോൾ, വിശദീകരിക്കുമ്പോൾ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആരുടെ ഉപദേശമാണോ നാം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ആകെ തുകയിൽ നിന്ന് ഉള്ള ബന്ധത്തിൽ, അതിനോടുള്ള സമന്വയത്തിൽ വേണം. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ദ ഇന്റേണൽ കൊഹിയറൻസ് ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറയും. ദ ഇന്റേണൽ കൊഹിയറൻസ് ഓഫ് ദ ടെക്സ്റ്റ്. ഇപ്പോൾ ഒരു പുസ്തകം എഴുതുമ്പോൾ അത് പലയിടങ്ങളിൽ ഒരേ ആശയത്തെ സംബന്ധിച്ച് അതിൻ്റെ വിവിധമായ ഭാഗങ്ങൾ ഒരുപക്ഷെ പരാമർശിക്കപ്പെട്ടു എന്ന് വരും. അതിൽ ഒരു ഭാഗം മാത്രം എടുത്ത് അയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം അതിനെപ്പറ്റി വിവിധ ഇടങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ആ വെളിപ്പെടുത്തലിൻ്റെ ആകെത്തുകയോടുള്ള സമന്വയത്തിൽ വേണം അതിൻ്റെ ഒരു ശകലം വിശ്ലേഷണം ചെയ്യപ്പെടുവാൻ. അതിനാണ് റെസ്പെക്ട് ദി ഇന്റേണൽ കൊഹിയറൻസ് ഓഫ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അത് ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ ഈ താലന്തുകളുടെ ഉപമ അത് മാത്രം ശ്രദ്ധിച്ചാൽ എൻ്റെ ഇളയ സഹോദരനായ ഞാൻ സ്നേഹിക്കുന്ന പവിത്രൻ പറയുന്നത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിനെനിക്ക് സംശയമൊന്നുമില്ല. എന്നാൽ അതേസമയം തന്നെ കളഞ്ഞുപോയ ആടിൻ്റെ ഉപമ അത് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നുമുണ്ട്. അത് യേശുവിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണല്ലോ. ഒരുത്തർ 100 ആടുണ്ടായിരുന്നു, അതിലൊന്ന് കളഞ്ഞുപോയി. ആ 99നെയും അവിടെ വിട്ടിട്ട് കളഞ്ഞുപോയ ഒരാടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ ഒരു ബിസിനസ്സുകാരനാകാൻ ഒക്കത്തില്ലല്ലോ. ബിസിനസ് ലോകത്തിൽ അദ്ദേഹം അമ്പയെ പരാജയപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ ആ ഒരു സമീപനത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ ഉപമയെ മനസ്സിലാക്കുവാൻ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇത് ബിസിനസ് സംബന്ധമായ ഉപമയെ അല്ല, ഇത് പിന്നെയോ വ്യക്തിത്വത്തിൻ്റെ പ്രതികരണ രീതി നാം ശ്രദ്ധിക്കണം. ഇതിനോടനുബന്ധിച്ച് നാം ചിന്തിക്കേണ്ട മറ്റൊരു പഠിപ്പീരാണ്, ആരെങ്കിലും ഒരു ചെകിട്ടത്തടിച്ചാൽ മറ്റേ ചെകിട് കാണിച്ചു കൊടുക്കണം. നിങ്ങളോട് ഉടുപ്പ് ചോദിച്ചാൽ നിങ്ങളുടെ പുതപ്പും കൂടെ കൊടുക്കണമെന്ന ഉപദേശം. അങ്ങനെ ഉപദേശിക്കുന്ന ഏതെങ്കിലും ബിസിനസ്സുകാരെ നമുക്ക് ലോകത്തിൽ, ട്രംപ് അങ്ങനെ ഉപദേശിക്കുമോ? നിങ്ങൾ ആരെങ്കിലും ട്രംപിനോടൊരു ഉടുപ്പ് ചോദിച്ചാൽ ചോദിക്കുന്നതിൻ്റെ ഉടുപ്പും കൂടെ പോകും എന്നതാണ് അതിൻ്റെ ഒരു ന്യായമായ കണക്കുകൂട്ടൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സിൽ നിന്ന് ഉദിക്കുന്ന ഒരു ഉപമയിൽ ബിസിനസ് പരമായ താല്പര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യമല്ല എന്നത് വളരെ കാര്യക്ഷമമായി മനസ്സിൽ കുറിച്ചുകൊണ്ട് വേണം ഈ ഓരോ ഉപമകളെയും നാം വിലയിരുത്തേണ്ടത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് പവിത്രനോട് പ്രത്യേകിച്ചും എല്ലാവരോടും അറിയിക്കാനുള്ളത്, ജീവിതത്തിൽ
വൈവിധ്യങ്ങൾ നാം പ്രതീക്ഷിക്കേണ്ടതാണ്. അങ്ങനെ വൈവിധ്യങ്ങൾ വരുമ്പോൾ ആ വൈവിധ്യങ്ങളെ പരസ്പരം സമന്വയപ്പെടുത്തി വേണം ഓരോ ഘടകത്തിൻ്റെയും അർത്ഥം വ്യാഖ്യാനിക്കുവാൻ. അത് നിയമത്തിൽ അങ്ങനെയുള്ള ഒരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. നമ്മുടെ ഭരണഘടനയിൽ 14-ാം അനുച്ഛേദം, 15-ാം അനുച്ഛേദം, പിന്നെ നമുക്കറിയാം 30-ാം അനുച്ഛേദം. ഈ 30-ാം അനുച്ഛേദത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് അതുപോലെ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ വിഭാവന ചെയ്തിരിക്കുന്നു. എന്നാൽ 14-ാം അനുച്ഛേദവും 15-ാം അനുച്ഛേദവും യാതൊരു വിധത്തിലുള്ള വിവേചനവും പാടില്ല. നോ ഡിസ്ക്രിമിനേഷൻ എന്ന ആശയമാണ്. എല്ലാവരെയും തുല്യമായി കണക്കാക്കണം. എന്നാൽ 30-ാം അധ്യായം വരുമ്പോൾ അങ്ങനെയല്ല. എല്ലാവരെയും തുല്യമായി കണക്കാക്കരുത്. ചിലർക്ക് പ്രത്യേകമായ ഒരു സംരക്ഷണം നൽകണം, അവകാശങ്ങൾ നൽകണം എന്ന് പറയും. ഇത് സംഘപരിവാറിന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ 30-ാം അനുച്ഛേദം എടുത്തു കളയണം എന്ന് നിർബന്ധിക്കുന്നു. അതിനുള്ള കാരണം അല്പസംഖ്യക്കാരായ ആളുകളുള്ള പുച്ഛമാണ്. പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ, താത്വികമായി അവതരിപ്പിക്കുമ്പോൾ ഇത് തമ്മിലുള്ള പരസ്പരമായ പൊരുത്തക്കേടാണ് എന്ന് പറയും. എന്നാൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ 30-ാം അനുച്ഛേദം അല്ലെങ്കിൽ 14-ഉം 15-ഉം അനുച്ഛേദങ്ങൾ 30-ാം അനുച്ഛേദവുമായുള്ള സമന്വയത്തിൽ വേണം വിവക്ഷിക്കപ്പെടുവാൻ. Articles 14 and 15 must be interpreted in harmony with Article 30, Sub-Article 1 and vice versa. ഇതാണ് ഇന്നത്തെ കാര്യം. ഉദാഹരണമായിട്ട് സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ദൈവത്തെ ജനം മഹത്വീകരിക്കേണ്ടതിന് നിങ്ങളുടെ പ്രവൃത്തികൾ അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ലെറ്റ് യുവർ ലൈറ്റ് സോ ഷൈൻ ബിഫോർ മെൻ that they may see your good works and give glory to your Father in heaven. എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ്. മലയാളം ടെക്സ്റ്റ് എനിക്ക് അത്രയും പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല, നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെ രഹസ്യമായി, അത് നിങ്ങൾ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർ കാണുക ചെയ്യണം എന്ന് പറയുന്നു. എന്നാൽ അതേ പർവ്വത പ്രസംഗത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് എന്താണ് പറയുന്നത്? ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത്, മറ്റുള്ളവർ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ നിങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ യേശു തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് പെട്ടെന്ന് നിഗമനത്തിലെത്താമല്ലോ. അങ്ങനെയല്ല. ഇത് രണ്ടും കൂടെയുള്ള ഒരു സമന്വയത്തിൽ വേണം രണ്ടും മനസ്സിലാക്കാൻ. ഇത് ജീവന്റെ തന്നെ, പ്രകൃതിയുടെ തന്നെ ഒരു അംശമാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വളരെ ആവശ്യമാണ്. എന്നാൽ പഞ്ചസാര കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. പഞ്ചസാര കൂടിയാൽ നമുക്ക് ഡയബറ്റീസ് എന്ന് പറയും, വളരെ കുറഞ്ഞു പോയാൽ ബോധം കെട്ടു പോകും. ഈ പഞ്ചസാര തന്നെ നന്മ ചെയ്യുന്നു, തിന്മയും ചെയ്യുന്നു. ഇത് പ്രകൃതിയുടെ ഒരു നിയമം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ദി അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ, അതായത് വെള്ളം വികസിക്കുന്നതിൽ ഉള്ള ഒരു വല്ലായ്മ, ഒരു അനോമലസ് എക്സ്പാൻഷൻ. അതായത് 4 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ, താപനില കുറയുന്നതോടനുസരിച്ച് വെള്ളം ചുരുങ്ങുന്നു. എന്നാൽ അത് കഴിയുമ്പോൾ വെള്ളം വികസിക്കുന്നു. ഒരേ വെള്ളം അതിൽ താപനില കുറഞ്ഞു വരുമ്പോൾ ഒരു പരിധി വരെ അത് ചുരുങ്ങുന്നു, ഒരു പരിധി കഴിഞ്ഞാൽ അത് വികസിക്കുന്നു. അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഇതെല്ലാം പ്രകൃതിയുടെ പ്രത്യേകതകളും മനോഹാരിതകളും അത്ഭുതങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യ ജീവിതം. വൈവിധ്യങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ഒരു ഉദ്യാനമാണ് മനുഷ്യന്റെ ഇഹലോകവാസം എന്നത് എന്നെ എക്കാലത്തും സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും
ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും അതിന് യാതൊരു കുറവുമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ യേശുവിനെ ന്യായീകരിക്കുന്ന തൊഴിൽ ഏറ്റെടുത്തിട്ടില്ല, അതെൻ്റെ സ്വഭാവവുമല്ല. യേശു പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട്. ഉദാഹരണമായിട്ട് ക്രിസ്ത്യാനികൾക്ക് എന്നോട് വളരെ വളരെ ദേഷ്യം വരാൻ സാധ്യതയുള്ളൊരു കാര്യം ഞാൻ പറയാം. യേശുവിന് തെറ്റുപറ്റിപ്പോയ ഒരു സാഹചര്യമുണ്ട്. അതെന്താണ്? യേശു വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നു തൻ്റെ വീണ്ടും വരവ് ഉടനെ സംഭവിക്കും. താൻ കുരിശിലേറി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയും ഏറിയ നാൾ കഴിയാതെ അവൻ മടങ്ങി വരികയും ചെയ്യും. അവിടെ നിന്ന് ആളുകൾ നിങ്ങളിൽ ചിലർ മനുഷ്യപുത്രന്റെ രണ്ടാം വരവ് കാണുവാൻ ഭാഗ്യമുള്ളവരാണ് എന്ന് കൃത്യമായി യേശു പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യപുത്രന്റെ വീണ്ടും വരവ് എന്താണെന്ന് പുത്രന് പോലും അറിയാൻ വയ്യ എന്നും യേശു പറയുന്നു. പക്ഷേ അവിടെ നിൽക്കുന്ന ചില ആളുകൾ മരിക്കുന്നതിന് മുൻപേ താൻ വീണ്ടും വരും എന്ന് യേശു വിശ്വസിച്ചിരുന്നതിൽ യേശുവിന് തെറ്റുപറ്റി. യാതൊരു സംശയം അക്കാര്യത്തിൽ എനിക്കില്ല. അത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ അത് പറഞ്ഞാൽ മതിലേക്ക് വിളിച്ച ക്രിസ്ത്യാനികൾ എന്നെ വളഞ്ഞിട്ട് തല്ലും. എങ്കിലും സത്യം സത്യമാണ്. ആ സത്യം പറയുന്നതിനോട് യേശുവിന് തുമ്മലോ വിമിഷ്ടമോ ഉണ്ടാകുകയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ടത് പറയാൻ എനിക്ക് മടിയുമില്ല. പക്ഷെ ഈ കാര്യത്തിൽ ഈ താലന്തുകളുടെ ഉപമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അർത്ഥഗാംഭീര്യമായ ഒരു ഉപമയാണ്. അതിൽ യേശുവിൻ്റെ കാഴ്ചപ്പാട് 100% സകാരാത്മകമാണ്. അതിൻ്റെ അർത്ഥതലങ്ങൾ വളരെ വളരെ വിപുലമാണ്. ഞാൻ വളരെയധികം വിലമതിക്കുന്ന ഒരു ഉപമ തന്നെയാണ്. അതിൽ ട്രംപിനെ പോലെ ഒരു ബിസിനസ്സുകാരനെ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഇളയ സഹോദരനായ പവിത്രനോട് സ്നേഹത്തോടും വിനയത്തോടും അറിയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് വളരെ സഹായകരമാണ്. കാരണം ഇപ്രകാരമുള്ളൊരു സ്പഷ്ടീകരണത്തിന് അത് വഴിയൊരുക്കും എന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോടുള്ള എൻ്റെ ആത്മാർത്ഥമേറിയ നന്മ അറിയിച്ചുകൊണ്ട് ഈ പ്രതികരണം ഇവിടെ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.